ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മോർണിംഗ് റൊട്ടീൻ ആയാലോ. രാവിലെ 4:30-ക്കാണ് കേട്ടോ ഞാൻ എഴുന്നേൽക്കുന്ന മാളൂന് സ്കൂളുള്ള സമയം. ഇന്നിപ്പം ഞാൻ അപ്പത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് പുളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ സ്റ്റൂ ആണ് കേട്ടോ, ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ അപ്പം നന്നായി പുളിച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുപാട് ലേറ്റായിട്ട് ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ അരച്ച് വെച്ചായിരുന്നു. എന്നാലും നന്നായി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അപ്പം ചുടാം. രാവിലെ മാള് പോണ ദിവസം 4:30-ക്ക് കഴിഞ്ഞേക്കുവാണെങ്കിൽ സമാധാനത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇച്ചിരി താമസിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ധൃതി പിടിക്കണം. പിന്നെ മാളൂന് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ മാത്രമേ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 4:30-ക്ക് എഴുന്നേൽക്കും. അപ്പോൾ ഇത് വർത്താനൊക്കെ പറഞ്ഞിരുന്ന എൻ്റെ അപ്പം ചൂടിലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സ്റ്റൂവിനുള്ളത് ഞാനിന്ന് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. സാധാരണ അല്ലാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ കുക്കറിലിട്ട് വേവിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ സാധാ ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായി തോന്നി കേട്ടോ. ഇന്നെന്താണ് അനീഷയുടെ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. സാധാരണ മാള് പോയി കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാണ് നേരത്തെ എഴുന്നേറ്റു. ഇപ്പോൾ ചൂടായത് തന്നെ ഒരു 5 മണിയാകുമ്പോൾ നല്ല വെട്ടം വെച്ചു കേട്ടോ. ഒരു 5 മണി 5:15 ആയി കാണും. ആ സമയത്ത് കണ്ടോ പുറത്തേക്ക് നോക്കി നല്ല വെട്ടമായിട്ടുണ്ട്. അപ്പം ചുട്ട് കഴിഞ്ഞു. ആ സ്ഥലത്തേക്ക് തന്നെ നമുക്ക് ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാല് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്യാനിലായിട്ടാണ് മേടിക്കുന്നത്. ചെറിയ കുപ്പി ഉണ്ടാവും, വലിയ കുപ്പി ഉണ്ടാവും. ഞാനപ്പോൾ 5 ദിവസത്തെ ഡേറ്റാണ് ഉള്ളത്. അപ്പോൾ വലിയ ക്യാനായിട്ടാണ് ഞങ്ങൾ മേടിക്കുന്നത്. ചായയിൽ ഞാൻ എപ്പോഴും 2 ഏലക്ക ഇടും കേട്ടോ. ഏലയ്ക്ക് ഒരു ഇഞ്ചി ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു നല്ല ഫീൽ കിട്ടും ആ ചായ കുടിക്കുമ്പോൾ. പിന്നെ എനിക്ക് കുറച്ച് ഇന്നലത്തെ കറി ഇട്ടിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ മാങ്ങയും കൂടെ ഇട്ട് വെച്ച കറിയായിരുന്നു കേട്ടോ. അതും ഒന്ന് ചൂടാക്കി സ്റ്റൂവിനുള്ളത് തേങ്ങ ഞാൻ നേരത്തെ വെള്ളം ചൂടാക്കി അതിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന തേങ്ങ ആയതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചൂടുവെള്ളം ചൂടാക്കി വെക്കും കേട്ടോ. അപ്പോൾ അന്നേരം കുറച്ച് കഴിയുമ്പോൾ അടിക്കുമ്പോൾ ഇതുപോലെ നന്നായി തേങ്ങാപ്പാൽ കിട്ടും. അങ്ങനെ സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇച്ചിരി അണ്ടിപ്പരിപ്പ് വറുത്തതിനകത്ത് ഇടും കേട്ടോ. അതിലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ വറുക്കുന്നതിലേക്ക് ഇച്ചിരി കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും കേട്ടോ. ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ മാളൂവിനുള്ളത് ആദ്യം എടുത്തു വയ്ക്കും. കാരണം മാളൂവിൻ്റെ ഒരു പ്ലാസ്റ്റിക് പാത്രം ആണ് കേട്ടോ. ഈ കറി കൊണ്ടുപോകുന്നത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ്. അപ്പോൾ അത് ആറിയിട്ട് വേണം എടുത്തു വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ആറിയൊക്കെ കഴിഞ്ഞു. മാളൂവിൻ്റെ ടിഫിൻ പാക്ക് ചെയ്തു. അപ്പോൾ ഇന്ന് മാളൂവിൻ്റെ ടിഫിൻ അപ്പോൾ സ്റ്റൂ ആണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും കൂടെ. സ്നാക്സ് ആയിട്ട് ചില സമയത്ത് മാള് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഒന്നും വെച്ചിട്ടില്ല. അങ്ങനെ മാള് റെഡിയായി. മാള് പോകാനായിട്ട് വന്നൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും മാളുവിൻ്റെ ബസ് വന്നു കേട്ടോ. അങ്ങനെ മാള് പോയി. അങ്ങനെ മാളുവിനെ വിട്ട് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഡെയിലി തല നനയ്ക്കില്ല കേട്ടോ ഞാനും മാളും. ഡെയിലി തല നനച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ നല്ലോണം ഊരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നരാടാണ് തല നനയ്ക്കുന്നത്. അനീഷേട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അനീഷേട്ടനും കേട്ടോ രാവിലെ കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ വിളക്ക് കത്തിക്കലും പ്രാർത്ഥിക്കലും ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം നമ്മൾ ഒരുപാട് സംസാരിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിട്ട് കഴിക്കുന്ന സമയം. ഇച്ചിരി കൂടുതൽ സമയമൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കഴിക്കാനിരുന്ന കേട്ടോ. പിന്നെ ചായ രാവിലെ കുടിക്കുന്ന സമയവും അങ്ങനെയൊക്കെ തന്നെയാട്ടോ. ചായ കുടിക്കുന്ന സമയമാണ് നമ്മൾ നാട്ടിലേക്ക് എല്ലാവരും വിളിക്കുന്ന സമയമൊക്കെ. ഓഫീസിലേക്ക് താഴത്തോട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോൾ ഇറങ്ങിയാൽ മതി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അനീഷേട്ട റെഡിയായി പോവുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനായിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.